നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ ഗിരിയെ നാണം കെടുത്തിയിട്ട് സഞ്ജു മഞ്ജുവിന്റെ മുമ്പിൽ സ്കോർ ചെയ്തു. ചെറുക്കന് കുറച്ച് ബുദ്ധിയൊക്കെ ഉണ്ടല്ലോ. സാറിനെ വന്ന് കാണാനാ എന്നോട് പറഞ്ഞത്. ടെൻഷൻ അടിക്കണ്ട, നമുക്ക് വേണ്ടതുപോലെ ചെയ്യാം. ആ മഞ്ജു, ഇത് വിജയൻ. ഇയാൾക്ക് ഗോപാൽജിക്കെതിരെ ഒരു പരാതിയുണ്ട്. അയാള് കൊള്ളപ്പലിശ വാങ്ങുന്നുണ്ടെന്ന പരാതി. നമുക്കൊന്ന് പോയി അന്വേഷിച്ചാലോ? ഞാനോ? ആ, താൻ തന്നെ. ഞാൻ ഗോപാൽജിയുടെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങി ജോലി ചെയ്യുന്ന ഒരാളാണെന്നാണല്ലോ നീയൊക്കെ ഇവിടെ പറഞ്ഞുകൊണ്ട് നടക്കണേ. അപ്പൊ കേസ് അന്വേഷിക്കാൻ പോകുമ്പോ നിന്നെ തന്നെ കൂടെ കൂട്ടുന്നതാ ബുദ്ധി. ഭാവിയിൽ ഞാൻ പക്ഷപാതിത്വം കാണിച്ചൊന്നും ആരും പറയില്ലല്ലോ. ഞാൻ വണ്ടിയുടെ അടുത്തുണ്ടാവും. അപ്പോഴേക്കും ഫയലും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വേമ്പാ. എന്തായാലോ സഞ്ജയ് അയച്ച ആളിവിടെ എത്തിയിട്ടുണ്ട്. അയാളുടെ പരാതി അന്വേഷിക്കാനായിട്ട് മഞ്ജുവിനെ ഞാൻ കൂടെ കൂട്ടുന്നുണ്ട്. ഞങ്ങളിതാ ഇപ്പൊ ഇവിടെ നിറങ്ങും. മഞ്ജുവിന് എന്തെങ്കിലും സംശയം തോന്നിയോ? ഹേ, അതൊക്കെ ഞാൻ നല്ല ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ശരി, താങ്ക്സ്. അയ്യോ, താങ്ക്സ് ഒന്നും വേണ്ട മോനെ. എനിക്ക് തരാനുള്ളത് കാശായിട്ട് തന്നാ മതി. അതൊക്കെ തരാം, ആദ്യം കാര്യം നടക്കട്ടെ. ആ, അത് മതി. ആ, കേറ്. ഓ, എത്തിയോ? പോയി കേറ്. ആ സാറേ, അതെ സാർ. ആ സാറേ, ഒരു മിനിറ്റ് സാറേ, ഞാൻ പറഞ്ഞുതരാം. അതെ, വെറുതെ ഇവിടെ നോക്കിയിരിക്കാതെ പോയി കാര്യങ്ങൾ സംസാരിക്കും. ഇത് DSP ഒരു കാര്യം അറിയാൻ വേണ്ടി എന്നെ വിളിച്ചിരിക്കുക. ആ സാറേ, കേക്കണ്ട് സാറേ, കേക്കണ്ട്. അത് ഞാൻ പറഞ്ഞിരുന്നു സാറേ. മാഡം, നമുക്ക് അങ്ങോട്ട് പോയി സംസാരിച്ചാലോ? വരൂ. പോലീസുകാർക്ക് എന്താണാവോ ഈ വീട്ടിൽ കാര്യം? ചോദിച്ച കേട്ടില്ലേ? എന്താ കാര്യമെന്ന്? ഗോപാൽജിക്കെതിരെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്, അത് അന്വേഷിക്കാൻ വന്നതാ. ഗോപാൽജിക്കെതിരെ പരാതിയോ? ആരാ പരാതിക്കാരൻ? നീയാണോ പരാതിക്കാരൻ? മാഡം, ഗിരി, വെറുതെ നിയമം കയ്യിലെടുക്കാൻ നോക്കരുത്. മുമ്പിന്ന് മാറിയില്ലോ സർ. ഞാൻ ജീവനോടെ നിൽക്കുമ്പം ഗോപാൽജിക്കെതിരെ കേസ് കൊടുക്കാൻ ധൈര്യപ്പെട്ടവനെ എനിക്കൊന്ന് പരിചയപ്പെടണം. വിശദമായിട്ട് പരിചയപ്പെടണം. ഇത് ഗിരിയേട്ട വിചാരിക്കുന്നവരുടെ കേസൊന്നുമില്ല. കടം വാങ്ങിയ കാശ് തിരിച്ചടയ്ക്കാൻ കുറച്ച് സാവകാശം ചോദിക്കാൻ വേണ്ടി മാത്രമാ ഞാൻ വന്നത്. അതിന് നീ എപ്പോഴാടാ ഗോപാൽജിയുടെ അടുത്ത് നിന്ന് കടം വാങ്ങിയത്? കുറച്ച് കാലമായി. വർഷം കുറെയായി ഞാൻ ഗോപാൽജിയുടെ കണക്ക് നോക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ അറിയാതെ ഒരു രൂപ പോലും കമ്പനിയിൽ നിന്ന് ആർക്കും കടം കൊടുക്കില്ല. സത്യം പറടാ, നീ ആര് പറഞ്ഞിട്ടാ ഈ കള്ളക്കേസ് കൊടുത്തത്?
ഇവള് പറഞ്ഞിട്ടാണോ? ഞാനോ? ആ കള്ളക്കേസുണ്ടാക്കി ശത്രുക്കളെ കൊടുക്കാൻ ശ്രമിക്കുന്നത് നിന്റെ കുടുംബക്കാരുടെ സ്ഥിരം പരിപാടിയാണല്ലോ. നിന്റെ അച്ഛൻ ഇതുപോലൊരു കള്ളക്കേസില് സഞ്ജയ് അകത്താക്കാൻ നോക്കിയതല്ലേ? എന്നിട്ട് എന്തായി? അച്ഛനും മോളും രണ്ടും കാക്കിയിട്ട ഫ്രോഡുകള്. മര്യാദക്ക് സംസാരിക്കണം. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? ഗിരി, എന്തിനാ ബഹളം ഉണ്ടാക്കുന്നേ? ഇവൾക്ക് ഗോപാൽജിയെ ചോദ്യം ചെയ്യണം പോലും. അതിന് ഡാഡി ഇവിടെ ഇല്ലല്ലോ. അദ്ദേഹം എങ്ങോട്ടാ പോയത്? പറയാൻ സൗകര്യമില്ല. ഗിരി, ഇങ്ങനെയാണോ വീട്ടിൽ വരുന്നവരോട് പെരുമാറുന്നത്? സഞ്ജു, ഇവള് ആ മതി. ബാറിൽ നിന്ന് വിളിച്ചിരുന്നു. പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. നീ ചെന്ന് നോക്ക്. അകത്തേക്ക് വരൂ. ഡാഡി ട്രിവാൻഡ്രത്തേക്ക് പോയതാ. കാര്യം എന്താന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞാൽ മതി. ഇദ്ദേഹം നിങ്ങളുടെ കമ്പനിയിൽ നിന്നും വീടിന്റെ ആധാരം പണയം വെച്ചൊരു ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടിയായിരുന്നു സാറേ. ആശുപത്രിക്കാർ കള്ളക്കണക്ക് കാണിച്ച് കുറേ കാശ് തട്ടിയെടുത്തു. എന്നിട്ടും അമ്മ മരിച്ചു. അമ്മയെ സംസ്കരിച്ചു വന്നപ്പോൾ കാണുന്നത് നിങ്ങളുടെ കമ്പനി വീട്ടിലൊട്ടിച്ചിരിക്കുന്ന ജപ്തി നോട്ടീസാ. എനിക്ക് താഴെ 2 പെങ്ങന്മാരും ഉണ്ട്. അവരെയും കൂട്ടിക്കൊണ്ട് ഞാൻ എങ്ങോട്ട് പോകും സാറേ? കടം തന്ന കാശ് തിരിച്ചു വയ്ക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. പക്ഷേ ഈ കാര്യത്തിലൊരു മാനുഷിക പരിഗണന കാണിച്ചിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു സാർ. ഞാൻ എന്താ ചെയ്യേണ്ടത്? കടം വിട്ടാൽ കുറച്ച് സമയം തന്നാൽ മതി. 10 വർഷം മതിയോ? പോരെങ്കിൽ പറഞ്ഞാൽ മതി. തന്റെ അമ്മ മരിച്ചുപോയത് അറിയാതെ വീട്ടിൽ വന്ന് ജപ്തി നോട്ടീസ് പതിച്ചത് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വന്ന വലിയൊരു തെറ്റാ. അത് ചെയ്തത് ആരാണെങ്കിലും അതിനുള്ള ശിക്ഷ ഞാൻ കൊടുത്തിരിക്കും. തനിക്കും പെങ്ങന്മാർക്കും ലോൺ തിരിച്ചടയ്ക്കാൻ 10 വർഷം സമയമുണ്ട്. അതുവരെ കാശ് ചോദിച്ച് ഒരാളും നിങ്ങളുടെ വീടിന്റെ പടി പോലും ചവിട്ടില്ല. ഇത് സഞ്ജയ് തരുന്ന വാക്കാ. താങ്ക് യു സാർ. സാറ് എന്റെയും കുടുംബത്തിന്റെ ദൈവമാണ്. മതി മതി, അത്രയ്ക്കൊന്നും വേണ്ട. തന്റെ പരാതിയൊക്കെ പരിഹരിച്ചില്ലേ? ഓ. എന്നാ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം പരിഹരിച്ചെന്ന് ഒരു കടലാസിൽ എഴുതി തന്നോളൂ. ഓ ശരി മാഡം. അല്ല, പേനയും പേപ്പറും? പേനയും പേപ്പറും അകത്തുണ്ട്. ഓ താങ്ക് യു മാഡം. ഈ പ്രശ്നം ഇത്രയും പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. താങ്ക്സ്. എന്തിന്? ഇത് ഞങ്ങളായിട്ടുണ്ടാക്കിയ പ്രശ്നമല്ലേ? അത് പരിഹരിക്കാൻ സഹായിച്ചതിന് തന്നോടാ ഞാൻ നന്ദി പറയേണ്ടത്. സഞ്ജയ് ഇത്രയും ശാന്തനായി ഈ വിഷയം കൈകാര്യം ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതിന് മഞ്ജുവിനെ കുറ്റം പറയാൻ പറ്റില്ല. എനിക്ക് നാട്ടുകാർക്കിടയിൽ അങ്ങനെ ഒരു പ്രതിച്ഛായാണല്ലോ. കുടിയൻ, അഹങ്കാരി, പെൺകോന്തൻ, അങ്ങനെയൊക്കെയാണല്ലോ നാട്ടുകാർ എന്നെ വിളിക്കുന്ന ചെല്ലപ്പേരുകൾ. അതൊക്കെ അറിഞ്ഞതുകൊണ്ടായിരിക്കും മഞ്ജു ഞാനുമായിട്ടുള്ള കല്യാണം വേണ്ടെന്ന് വെച്ചത്, അല്ലേ? നാട്ടുകാർ പറയുന്നത് മുഴുവൻ വിശ്വസിക്കുകയാണെങ്കിൽ താനൊരു മോശക്കാരിയാണ് കേട്ടോ. കാരണം ഗിരിയെയും തന്നെയും ചേർത്ത് അത്രമാത്രം കഥകൾ നാട്ടിൽ പാട്ടാ. എനിക്ക് ഈ നാട്ടിൽ ഇങ്ങനെ ഒരു ചീത്തപ്പേര് വരാനുള്ള ഒരേ ഒരു കാരണം മാധവൻ സാറ് എനിക്കെതിരെ ചാർജ് ചെയ്ത കേസാ. അത് കള്ളക്കേസാണെന്ന് കോടതിയിൽ തെളിഞ്ഞിട്ടും ഞാൻ തുടർ നടപടികൾക്കൊന്നും പോകാതിരുന്നത് മഞ്ജുവിനെയും കുടുംബത്തെ ഓർത്തിട്ട് മാത്രമാണ്. എന്നോട് നാട്ടുകാർക്കുള്ള ദേഷ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാം. വായിൽ സ്വർണ്ണക്കരണ്ടിയുമായിട്ട് ജനിച്ചവനല്ല ഞാൻ. പുറമേന്ന് കാണുന്നവർക്ക് എന്നോട് അസൂയ മാത്രമേ തോന്നൂ. പക്ഷേ ആരും മനസ്സിലാക്കാത്ത സത്യം, ഞാൻ എന്നും ഒറ്റയ്ക്ക്. മാഡം എഴുതി കഴിഞ്ഞു. ഒപ്പിട്ടിട്ടുണ്ട്. സഞ്ജയ് ഇവിടെ ഒന്ന് സൈൻ ചെയ്യും. താൻ വരുന്നുണ്ടോ? ഇല്ല, എനിക്ക് വേറൊരു സ്ഥലം വരെ പോണം. ശരി.
എന്തായി കഴിഞ്ഞോ? കഴിഞ്ഞു സർ. എന്നാ കയറി പെട്ടെന്ന് പോ. സാറേ എന്റെ കാശ് ഡോ, ഒറ്റ അടി വെച്ചതാണ്ടല്ലോ. താൻ എവിടെ നിന്ന് അവരെയും പഠിച്ചെന്നാ പറഞ്ഞത്? എന്തൊരു ഓവർ ആക്ടിംഗ് ആയിരുന്നു. അവർക്ക് സംശയം തോന്നാത്ത ഭാഗ്യം. കുറച്ച് ഓവറാക്കിയാലേ പെൺകുട്ടികൾ വിശ്വസിക്കുള്ളൂ സാറേ. അവളെ സാധാരണ പെൺകുട്ടിയല്ല, പോലീസാ. ഓ, ഇത് മൊത്തം നാടകമാണെന്നെങ്ങാനും അവൾ അറിഞ്ഞാ. താങ്ക് യു സാർ.